ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NIOSൻ്റെ ക്ലാസ് 12 സീനിയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷിനകത്ത് 6th ചാപ്റ്റർ ആയിട്ടുള്ള എ കേസ് ഓഫ് സസ്പിഷൻ ആണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് 8th ചാപ്റ്റർ ആയിട്ടാണ് കാണുന്നത്. അതിന് കാരണം അതിൻ്റെ ഇടയ്ക്ക് ചില റീഡിംഗ് പാസേജുകൾക്ക് ചാപ്റ്റർ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ ഇത് 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് എഡ്ഗർ വാലസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരുന്നതിന് മുമ്പ് എഡ്ഗർ വാലസിനെ പറ്റി 2 വാക്ക് മനസ്സിലാക്കാം. എഡ്ഗർ വാലസ് എന്ന് പറയുന്നത് 1875 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മരണം 1932 ആണ്. അപ്പോൾ ഈ എഴുത്തുകാരൻ ബ്രിട്ടീഷ് ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എഴുത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെയധികം നോവലുകളും ത്രില്ലർ നോവലുകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പോംസ്, ഷോർട്ട് സ്റ്റോറീസ്, നോവലുകൾ ഒത്തിരി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിലെ സാഹിത്യത്തിൻ്റെ 4/1 ഭാഗം പോലും എഡ്ഗർ വാലസിൻ്റെ ആണെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത് നമ്മുടെ ത്രില്ലർ മൂവീസിനകത്ത് എക്കാലത്തെയും വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കിങ് കോങ് എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്റർ ഗൊറില്ലയുടെ ക്രിയേറ്റർ എഡ്ഗർ വാലസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് വരാം. ഈ സ്റ്റോറിയുടെ പേര് എ കേസ് ഓഫ് സസ്പീഷൻ എന്നാണ്. അപ്പോൾ സസ്പീഷൻ എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ സ്റ്റോറി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 1 ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സെക്ഷൻ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. He threw back the covers and sat up on his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently a little distance away. അപ്പോൾ ഈ കഥയുടെ പ്രധാനപ്പെട്ട കഥാപാത്രം അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കിടന്നുറങ്ങുന്ന സമയത്തൊരു ഫോൺ കോൾ വരുവാണ്. അപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ ഹി ത്രൂ ബാക്ക് ഹിസ് കവേഴ്സ് എന്ന് പറയുന്നത് ആ പുതപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് അദ്ദേഹം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ലിപ്പേഴ്സ് കാലുകൊണ്ട് ആ കോൾഡ് ഫ്ലോറിൽ തപ്പി സ്ലിപ്പേഴ്സ് എവിടെയാണെന്ന് നോക്കുന്നു. ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ് ആൻഡ് വാക്ക് ടു ദ ഫോൺ ആൻഡ് ടുക്ക് ഡൗൺ ദ റിസീവർ. അപ്പോൾ അദ്ദേഹം ലൈറ്റ് ഓൺ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഫോണിൻ്റെ അടുത്തേക്ക് പോയി റിസീവർ എടുത്തു. ദിസ് ഈസ് ഡോക്ടർ ബെൻസൺ, ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടർ ബെൻസൺ ആണ്. അടുത്തത് എന്താണ് മറുവശത്ത് നിന്നും പറഞ്ഞതെന്ന് ഇവിടെ പറയുന്നില്ല. അതിനുശേഷം ഇങ്ങനെയാണ്: The November wind was bringing sounds of winter as it blew around the little white house. അപ്പോൾ വിൻ്ററാണ്, നവംബർ മാസമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല തണുപ്പുള്ള കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിന് കോള് വരുന്നത്. അപ്പോൾ ഇത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉള്ളൊരു കഥയാണ്. 2ാം ലോക മഹായുദ്ധകാലം കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കഥയാണ്. അപ്പോൾ വളരെ മുമ്പാണ്. അപ്പോൾ അന്നത്തെ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഡോക്ടേഴ്സ് വീടുകളിലേക്ക് പോയിട്ടാണ് പേഷ്യൻസിനെ നോക്കിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ദ ഡോക്ടർ ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോത്ത്സ്. അദ്ദേഹം ഡ്രസ്സെല്ലാം ഇട്ടു, ക്ലോത്ത്സ് ഇട്ടു. He went to the table and stared a moment at his watch, his spirit complaining at the job ahead of him. അദ്ദേഹം വാച്ചിലേക്ക് സമയം നോക്കി. എന്നിട്ട് അദ്ദേഹം ഓർക്കുകയാണ്, ഈ സമയത്താണല്ലോ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നത് എന്ന് ഓർക്കുന്നു. 2 o'clock, രാത്രി 2 മണിയായിരിക്കുകയാണ്. His mind also complained at the horrible hour and he wondered why children had to be born at such improper times. അപ്പോൾ ഒരു പ്രസവം എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ്, എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ശരിയല്ലാത്ത സമയത്ത്, ഇംപ്രോപ്പർ ആയിട്ടുള്ള സമയത്തൊക്കെ ജനിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം റെഡിയാവുകയാണ്. He took up 2 small handbags, a short pill bag
ദ ടൗൺ ന്യൂ ഇറ്റ്. അദ്ദേഹം 2 ഹാൻഡ് ബാഗുകൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ പിൽ ബാഗ്, അതായത് ഗുളികകൾ സൂക്ഷിക്കുന്ന ബാഗ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബാഗുകളൊക്കെ ആ നാട്ടുകാർക്കൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തു. ആൻഡ് ദ ലോങ് ഒബ്സ്റ്റട്രിക്കൽ കേസ് the baby bag they call it. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒബ്സ്റ്റട്രിക്കൽ കേസ്, ഒബ്സ്റ്റട്രിക്കൽ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടത് എന്നർത്ഥം. അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഉപകരണങ്ങൾ അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ബാഗ് ഉണ്ട്. അപ്പോൾ ആ നാട്ടുകാരൊക്കെ അതിനെ ബേബി ബാഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ എടുത്ത് അദ്ദേഹം റെഡിയാവുന്നു. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് a moment to light and then put the pack of cigarettes in his overcoat pocket. അപ്പോൾ അദ്ദേഹം ലൈറ്റൊക്കെ ഇട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓവർകോട്ട് പോക്കറ്റിനകത്ത് ഒരു പാക്കറ്റ് സിഗരറ്റ്സ് ഇട്ടു. The wind felt like a surgeon's knife at his face as he opened the door and ran, bending low around the driveway to the garage. അപ്പോൾ ആ സമയത്ത് കാറ്റെന്ന് പറയുന്നത് ഒരു സർജൻ്റെ നൈഫ് പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അത്ര തണുപ്പിൻ്റെ തീവ്രത ആ കാറ്റിനുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗരാഷിലേക്ക് പോവുകയാണ്. അതായത് കാറ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഗരാഷ്. അപ്പോൾ ഗരാഷിലേക്ക് പോകുന്നു. The car started with difficulty, cuffed half a dozen times as he drove down the driveway, but then began to run smoothly as he turned down Grass Street and on to the deserted highway. അപ്പോൾ ആദ്യം ഈ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് ഒരു ഹാഫ് ഡസൻ ടൈംസ് കഫ് ചെയ്തു എന്നാണ് പറയുന്നത്. കാറ് ചുമച്ചു എന്നാണ് പറയുന്നത്. അതായത് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത ഒരു ബുദ്ധിമുട്ടിനെയാണ് എഴുത്തുകാരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം he drove down the driveway. താഴേക്ക് അദ്ദേഹം വണ്ടി ഓടിച്ച് താഴേക്ക് പോയി. But then began to run smoothly as he turned down Grass Street. Grass Street എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് സ്മൂത്തായിട്ട് ഓടാൻ തുടങ്ങി. ആൻഡ് ടു ദ ഡെസേർട്ടഡ് ഹൈവേ. അതിനുശേഷം ഹൈവേയിലേക്കാണ് കാറ് പോകുന്നത്. ഡെസേർട്ടഡ് ആണ്. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞാൽ ആരുമില്ല, വിജനമായിട്ടുള്ള ഹൈവേയിലേക്ക് അദ്ദേഹം ഓടിച്ചു പോവുകയാണ്. മിസ്സസ് ഓഡ് സോർലി, who Dr. Benson was on his way to visit, already had almost a dozen children. അപ്പോൾ ഇദ്ദേഹം കാണാൻ പോകുന്ന അന്നത്തെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് മിസ്സസ് ഓഡ് സോർലിയാണ്. അപ്പോൾ ഈ മിസ്സസ് ഓഡ് സോർലിക്ക് ഓൾറെഡി തന്നെ ഏതാണ്ട് ഒരു ഡസൻ കുട്ടികളോളം ഉണ്ട്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതൊക്കെ ഓർത്തിങ്ങനെ പോവുകയാണ്. But it seemed to the doctor that never once had she had a baby in good weather nor in daylight. അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ്, ഇത്രയും കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും ഒരു നല്ല കാലാവസ്ഥയിൽ, അതായത് പകൽ സമയത്ത് ഈ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാം ഇതുപോലെ അർദ്ധരാത്രിയും 2 മണിക്കും അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ കുട്ടികൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ഓർക്കുകയാണ്. ആൻഡ് while Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure that his father, the old dog Benson, had found in seeing Ott, the father, always 2 or 3 babies behind in payment of his baby bills. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, അതായത് ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ, അതായത് അദ്ദേഹം നാട്ടുംപുറത്തുള്ള ഒരു ഡോക്ടറാണ്. കൺട്രി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നാട്ടുംപുറം എന്നാണ്. നാട്ടുംപുറത്തുള്ള ഒരു ഡോക്ടറാണ്. ഹി വാസ് സ്റ്റിൽ എ യങ് മാൻ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അപ്പോൾ ഈ ഡോക്ടർ ബെൻസൻ്റെ ഫാദറും ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഫാദർ ഡോക്ടർ ഈ പ്രസവിക്കാൻ പോകുന്ന ലേഡിയുടെ ഹസ്ബൻഡുമായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഫാദറിന് ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രസവം എടുക്കാൻ പോകുമ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം പോയിരുന്നത്. പക്ഷേ എനിക്ക് ആ ഹാപ്പിനെസ് ഒന്നും തോന്നുന്നില്ല. He couldn't find the pleasure that his father, the old dog Benson, had found in seeing Ott, the father. Ott എന്ന് പറയുന്നത് ഈ മിസ്സസ്
ഓഡ് സോർലിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിനെ കാണുമ്പോഴുള്ള സന്തോഷമൊന്നും എനിക്കില്ല. ഓൾവേസ് 2 or 3 babies behind in payment of his baby bills. അതായത് ഈ മിസ്റ്റർ ഓഡ് എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിൽ കൃത്യമായിട്ട് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബില്ലൊന്നും പേ ചെയ്യാറില്ല. എപ്പോഴും ഒരു 2-3 babies ബിഹൈൻഡ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രയും പറയുന്നതോടുകൂടി സെക്ഷൻ 1 തീരുകയാണ്. ഇനി അടുത്തത് സെക്ഷൻ 2യിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 2 തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു യു തിങ്ക് ദ സ്റ്റോറി പ്രൊസീഡ്സ്? നിങ്ങൾ ഈ കഥ എങ്ങനെ പോകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വിൽ ഇറ്റ് ബി അബൌട്ട് മിസ്സസ് ഓർ മിസ്റ്റർ സോർലി? ഇത് മിസ്സസ് ആൻഡ് മിസ്റ്റർ സോർലിയെ പറ്റി ആയിരിക്കുമോ? ഓർ വിൽ ദർ ബി എ ചാൻസ് മീറ്റിംഗ് വിത്ത് സമ്മൺ എൽസ്? ഇനി വേറൊരാൾ ഈ കഥയിലേക്ക് കടന്നു വരുമോ? റീഡ് അഹെഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കഥയിൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. It was a long ride to the Sorley farm, and the sight of a man walking along the country road as seen just ahead by the lights of the car was a welcome relief to the doctor. അപ്പോൾ ഈ ഡോക്ടർ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അവിടെ ഡെസേർട്ടഡ് ആണ്, ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ സോർലി ഫാമിലേക്കാണ് പോകുന്നത്. അതായത് ഈ മിസ്റ്റർ ഓഡ് സോർലിയുടെയും മിസ്സസ് ഓഡ് സോർലിയുടെയും വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഫാം ലാൻഡാണ്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ആ റോഡ് സൈഡിലൂടെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ഇദ്ദേഹം കാണുന്നു. അപ്പോൾ the sight of a man walking alone, ഒറ്റയ്ക്ക് നടന്നു പോകുന്നു, along the country road, ആ ഒരു വില്ലേജ് റോഡിൻ്റെ സൈഡിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. as seen just ahead by the lights of the car. അപ്പോൾ ഈ കാറിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഒരാളെ കാണുന്നു. was a welcome relief to the doctor. അപ്പോൾ ഡോക്ടറിന് അത് വളരെയധികം ഒരു സമാധാനമായിട്ട് തോന്നി. കാരണം ഇനി ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, ആ പാവം മനുഷ്യനെ കൂടി കാറിൽ വിളിച്ചിരുത്തി കൊണ്ടുപോകാം, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാം എന്ന് ഡോക്ടർ വിചാരിക്കുന്നു. He slowed down and looked at the man walking along with difficulty against the wind, a little package under his arm. അപ്പോൾ ഡോക്ടർ കാറ് സ്ലോ ചെയ്തു, എന്നിട്ട് ആ മനുഷ്യനെ നോക്കി. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ആ തണുത്ത കാറ്റിനെതിരെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അടിയിൽ ഒരു പാക്കേജും ഉണ്ട്. Coming alongside, Dr. Benson stopped and invited the man to ride. അപ്പോൾ അദ്ദേഹം ആ മനുഷ്യനെ കാറിലേക്ക് ക്ഷണിച്ചു. The man got in. അദ്ദേഹം പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി. Are you going far? asked the doctor. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് വളരെ ദൂരം പോകാനുണ്ടോ? I am going all the way to Detroit. അപ്പോൾ ഡിട്രോയിറ്റ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഡിട്രോയിറ്റ് എന്ന സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഈ ഡിട്രോയിറ്റ് എന്ന് പറയുന്നത് USA-യിലെ അമേരിക്കയിലെ മിഷിഗൺ എന്നുള്ള സ്ഥലത്തുള്ള ഒരു വലിയൊരു സിറ്റിയാണ് ഡിട്രോയിറ്റ്. അപ്പോൾ ഈ കഥ അമേരിക്കയിലാണ് നടക്കുന്നത്. Said the man, a rather thin man with small black eyes filled with tears from the wind. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മെലിഞ്ഞ മനുഷ്യനാണ്, ചെറിയ കറുത്ത കണ്ണുകളായിരുന്നു അദ്ദേഹത്തിന്, ഫിൽഡ് വിത്ത് ടിയേഴ്സ് ഫ്രം ദ വിൻഡ്. അപ്പോൾ ഈ ശക്തമായിട്ടുള്ള കാറ്റ് കുറേ നേരം അടിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു സിഗരറ്റ് തരാമോ? ഡോക്ടർ ബെൻസൺ അൺബട്ടൺ ഹിസ് കോട്ട്. അപ്പോൾ അദ്ദേഹം കോട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു. then remembered the cigarettes in the outer pocket of his overcoat. അപ്പോഴാണ് അദ്ദേഹം ഓർത്തത്, എൻ്റെ ഓവർകോട്ടിന് പുറത്തുള്ള പോക്കറ്റിലാണല്ലോ ഞാൻ സിഗരറ്റ് വെച്ചത്. He took out the packet and gave it to the rider. അപ്പോൾ അദ്ദേഹം ആ പാക്കറ്റ്, സിഗരറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് ആ റൈഡറിന് കൊടുത്തു, അല്ലെങ്കിൽ ആ കയറി വന്ന മനുഷ്യന് കൊടുത്തു. Who then looked in his own pocket for a match. അപ്പോഴത്തേക്കും അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു തീപ്പെട്ടി എടുത്തു. When the cigarette was lighted, the man held the packet a moment and asked. സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ആ പാക്കറ്റ് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, ഡു യു മൈൻഡ് മിസ്റ്റർ ഇഫ് ഐ ടേക്ക് അനദർ സിഗരറ്റ് ഫോർ ലേറ്റർ? ഞാൻ പിന്നീട് ഉള്ള ഉപയോഗത്തിന് വേണ്ടി ഒരു സിഗരറ്റും കൂടി എടുത്തോട്ടെ എന്ന് ചോദിച്ചു അദ്ദേഹം. The rider shook the packet to remove another cigarette.
വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ ഡോക്ടർ ടു ആൻസർ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഉത്തരം കാത്തു നിൽക്കാതെ തന്നെ ഈ മനുഷ്യൻ ആ പാക്കറ്റ്, ആ സിഗരറ്റിൻ്റെ പാക്കറ്റ് ഷൂക്ക് ചെയ്തു. ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷൂക്ക്. അതൊന്ന് കുലുക്കി അടുത്ത ഒരു സിഗരറ്റും കൂടി അദ്ദേഹം എടുത്തു. ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് എ ഹാൻഡ് ടച്ച് ഹിസ് പോക്കറ്റ്. അപ്പോഴത്തേക്കും ഡോക്ടർ ബെൻസന് ആ പോക്കറ്റിൽ, തൻ്റെ സ്വന്തം പോക്കറ്റിൽ ഒരു കൈയുടെ സ്പർശനം ഫീൽ ചെയ്തു. ഐ വിൽ പുട്ട് ദം ബാക്ക് ഇൻ യുവർ പോക്കറ്റ്. എന്തായിരുന്നു അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഏതായാലും വണ്ടി ഓടിക്കുകയാണല്ലോ, അപ്പം ഞാൻ തന്നെ ഈ പാക്കറ്റ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക്, ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിലേക്ക് ഈ പാക്കറ്റ് ഇട്ടു. ദ ലിറ്റിൽ ഫെലോ സെഡ്. ഡോക്ടർ ബെൻസൺ put his hand down quickly to receive the cigarettes and was a little irritated to find them already in his pocket. അപ്പോഴത്തേക്കും ഡോക്ടർ ബെൻസൺ ഈ പാക്കറ്റ് കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കൈ നീട്ടിയതിന് മുന്നേ തന്നെ ഈ മനുഷ്യൻ ആ സിഗരറ്റ് പാക്കറ്റ് ആ പോക്കറ്റിൽ ഓൾറെഡി തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അത് ഡോക്ടറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. A few minutes later, Dr. Benson said, "So you are going to Detroit?" അപ്പോൾ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഡോക്ടർ ബെൻസൺ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഡിട്രോയിറ്റിലേക്ക് പോവാണ് അല്ലേ? I am going out to look for a work in one of the automobile plants. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാത്രക്കാരൻ പറഞ്ഞു, അതെ, ഞാൻ ഒരു ഓട്ടോമൊബൈൽ പ്ലാന്റിൽ, അതായത് ഈ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ഒരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. ആർ യു എ മെക്കാനിക്? ആസ്ക്ഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, താങ്കളൊരു മെക്കാനിക് ആണോ? മോർ ഓർ ലെസ് ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക് സിൻസ് ദ വാർ എൻഡഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന സമയം വരെയും ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. ബട്ട് ഐ ലോസ് മൈ ജോബ് അബൌട്ട് എ മന്ത് എഗോ. പക്ഷെ ഒരു മാസം മുമ്പ് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. യാ, ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ. സോറി, വെർ യു ഇൻ ദ ആർമി ഡ്യൂറിങ് ദ വാർ? അപ്പോൾ ഡോക്ടർ ബെൻസൺ ചോദിച്ചു, യുദ്ധസമയത്ത് താങ്കൾ പട്ടാളത്തിലായിരുന്നോ? യാ, ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു, ആംബുലൻസ് സെക്ഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. റൈറ്റ് അപ്പ് അറ്റ് ദ ഫ്രണ്ട്. ഞാൻ യുദ്ധമുഖത്ത് തന്നെയായിരുന്നു എൻ്റെ ജോലി. ഫ്രണ്ട് എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന മെയിൻ ഭാഗമാണ്. ഡ്രോവ് ആൻ ആംബുലൻസ് ഫോർ 4 years. 4 വർഷം ഞാനൊരു ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇസ് ദാറ്റ് സോ? സെഡ് ഡോക്ടർ ബെൻസൺ. അപ്പോൾ ഡോക്ടർ ബെൻസന് ഒരു താല്പര്യമായി. ഐ എം എ ഡോക്ടർ മൈസെൽഫ്. ഡോക്ടർ ബെൻസൺ ഈസ് മൈ നെയിം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, ഡോക്ടർ ബെൻസൺ എന്നാണ് എൻ്റെ പേര്. അത് കഴിഞ്ഞ് ഐ തോട്ട് ദിസ് കാർ സ്മെൽ ലൈക്ക് പിൽസ്. ദ മാൻ ലാഫ്ഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നി ഈ കാറിൻ്റെ ഉള്ളിൽ ഗുളികയുടെ മണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. Then he added, more seriously, my name is Evans. എന്നിട്ട് അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, എൻ്റെ പേര് ഇവാൻസ് എന്നാണ്. They rode along silently for a few minutes and the rider moved himself in his seat and placed his package on the floor. അപ്പോൾ കുറച്ച് സമയം അവർ സൈലൻ്റായിട്ട് യാത്ര ചെയ്തു. അതിനുശേഷം ഈ റൈഡർ, അതായത് ഈ യാത്രക്കാരൻ, moved himself in his seat and placed his package on the floor. ആ നിലത്തേക്ക് ആ ഒരു പാക്കറ്റ് അദ്ദേഹം വെച്ചു. As the man leaned over, Dr. Benson caught his first good look at the small cat-like face. അപ്പോൾ ഈ മനുഷ്യൻ മുമ്പോട്ട് ഇങ്ങനെ കുമ്പിട്ട് ആ സാധനം നിലത്ത് വെക്കുന്ന സമയത്ത് ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ശരിക്ക് കണ്ടു. ഒരു പൂച്ചയുടെ പോലെയുള്ള ഒരു ചെറിയ മുഖമായിരുന്നു അദ്ദേഹത്തിന്. അതിനുശേഷം the doctor also noticed the long deep scar on the man's cheek, bright and red, looking as though it were of recent origin. മറ്റൊരു കാര്യവും കൂടി ഡോക്ടർ നോട്ടീസ് ചെയ്തു. എന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ മുഖത്ത് ഒരു ആഴമുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഈ മുറിവ് ഉണ്ടായിട്ട് അധിക നാളായിട്ടില്ല, കാരണം അത് റെഡ് ആൻഡ് ബ്രൈറ്റ് ആയിരുന്നു. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു മുറിവുണ്ടായിരുന്നു. He thought of Mrs. Orsorley and
reached for his watch. ആ സമയത്താണ് അദ്ദേഹം മിസ്സസ് സോർലിയെ പറ്റി ഓർത്തത്, ആ പ്രസവിക്കാറായിരിക്കുന്ന ആ ലേഡിയെ പറ്റി ഓർത്തത്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ടൈം എത്രയായി എന്ന് നോക്കാനായിട്ട് അദ്ദേഹത്തിന് വാച്ച് ഒന്ന് തപ്പി. വാച്ച് പെട്ടെന്ന് എടുക്കാൻ നോക്കി. അന്നത്തെ കാലത്തൊക്കെ റിസ്റ്റ് വാച്ചുകൾ ഇല്ലായിരുന്നു, അതിന് പകരം പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ഒരു നീണ്ട ചെയിനുള്ള ഒരു വാച്ചായിരുന്നു അന്നൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. His fingers went deep into his pocket before he realized that his watch was not there. അപ്പോഴാണ് അദ്ദേഹം വിരലുകൾ പോക്കറ്റിലേക്ക് ആഴ്ത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് തൻ്റെ വാച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി സെക്കൻഡ് സെക്ഷൻ കഴിയുകയാണ്. ഇനി തേർഡ് സെക്ഷൻ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. Did the doctor like Ivan's small cat-like face and bright fresh scars? അപ്പോൾ ഈ ഡോക്ടർ ബെൻസന് ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടോ, ഈ യാത്രക്കാരനെ ഇഷ്ടപ്പെട്ടോ? Would you have thought well of Evans? നിങ്ങൾ ഈ ഇവാൻസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോ? What do you think will happen next? എന്ത് സംഭവിക്കും അടുത്തത്? നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഡോക്ടർ ബെൻസൺ moved his hand very slowly and very carefully below the seat until he felt the leather holster in which he always carried with him his automatic pistol. അപ്പോൾ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ മനുഷ്യനെ സംശയിച്ചു. അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം ഒരു കള്ളനാണ്, എൻ്റെ വാച്ച് മോഷ്ടിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം വളരെ സ്ലോലി ആ സീറ്റിൻ്റെ അടിയിൽ അദ്ദേഹം സ്ഥിരമായി സൂക്ഷിച്ചിരുന്ന ഒരു പിസ്റ്റൽ ഉണ്ട്, ഓട്ടോമാറ്റിക് പിസ്റ്റൽ. അതിൻ്റെ ഹോൾസ്റ്റർ എന്ന് പറയുന്നത് ലെതർ ഹോൾഡറാണ്, തോക്ക് സൂക്ഷിക്കുന്ന ഹോൾഡറിനെയാണ് ഹോൾസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തപ്പിയെടുത്തു, ആ തോക്ക് അദ്ദേഹം തപ്പിയെടുത്തു. He drew out the pistol slowly and held it in the darkness at his side. രഹസ്യമായിട്ട് ആ തോക്ക് അദ്ദേഹം റെഡിയാക്കി എടുത്തു. Dr. Benson stopped the car quickly and pushed the nose of his gun into Ivan's side. കാറ് പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം ഇവാൻസിന് നേരെ തോക്ക് ചൂണ്ടി. The rider jumped with fear and put up his hands quickly. My God, mister, he whispered, I thought you. അപ്പോൾ ഇദ്ദേഹം, അതായത് ഈ റൈഡർ ഭയന്ന് പിന്മാറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൈ ഗോഡ് മിസ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം എന്തോ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ ബെൻസൺ pushed the pistol still deeper into the man's side and repeated coldly. വളരെ തണുപ്പൻ മട്ടിൽ അദ്ദേഹം പറഞ്ഞു, Put that watch in my pocket before I let this gun go off. മര്യാദയ്ക്ക് ആ വാച്ച് എൻ്റെ പോക്കറ്റിൽ തിരിച്ചിടൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെടിവെക്കും. Evans put his hand in his own vest pocket and later, with trembling hands, tried to put the watch into the doctor's pocket. അപ്പോൾ ഇവാൻസ് തൻ്റെ വെസ്റ്റിൻ്റെ, അതായത് ഉള്ളിൽ ഇടുന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് പുറത്തെടുത്ത് വിറയ്ക്കുന്ന കൈകളോടെ ആ വാച്ച് ഡോക്ടറിൻ്റെ പോക്കറ്റിൽ അദ്ദേഹം നിക്ഷേപിച്ചു. വിത്ത് ഹിസ് ഫ്രീ ഹാൻഡ് ഡോക്ടർ ബെൻസൺ pushed the watch down into his pocket. അപ്പോഴത്തേക്കും ഡോക്ടർ ബെൻസൺ ആ വാച്ച് സ്വന്തം പോക്കറ്റിലേക്ക് താഴ്ത്തി വെച്ചു. He opened the door and forced the man out of the car. അപ്പോഴത്തേക്കും ഡോക്ടർ ബെൻസൺ കാറിൻ്റെ ഡോറ് തുറന്ന് ഈ മനുഷ്യനെ പുറത്തേക്ക് തള്ളിവിട്ടു. I am out here tonight probably to save a woman's life, but I took time to try to help you, he said to the man angrily. എന്നിട്ട് ഡോക്ടർ ബെൻസൺ ദേഷ്യത്തോടെ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്, എന്നിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് സമയം നഷ്ടപ്പെടുത്തി. ഇത്രയും അദ്ദേഹം ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അതിനുശേഷം Dr. Benson started the car quickly and Wind closed the door with a loud noise. He put the pistol back into the leather holster under the seat and hurried on. അതിനുശേഷം അദ്ദേഹം കാർ അടയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തണുത്ത കാറ്റ് വന്ന് ആ കാറിനെ ക്ലോസ് ആയിട്ട് അടച്ചു. അതിനുശേഷം അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകാൻ തുടങ്ങി.
The drive up the mountain to the Sorley farm was less difficult than he had feared, and old Sorley had sent one of his older boys down the road with a lantern to help him across the old wooden bridge that led up to the little farmhouse. അദ്ദേഹം ആ ഫാം ഹൗസിൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും മിസ്റ്റർ ഓട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുതിർന്ന മകനെ അവിടെ ഒരു ലാൻറ്റേൺ, ഒരു റാന്തലുമായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വുഡൻ ബ്രിഡ്ജ് കടന്ന് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മൂത്ത മകനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. Mrs. Sorley's many previous experiences with bringing children into the world apparently helped her greatly, because she delivered this child with little difficulty, and there was no need for Dr. Benson's part for the instruments in the long bag. അപ്പോൾ ഈ മിസ്സസ് സോർലി ധാരാളം പ്രസവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രസവം ഒട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. വിത്ത് ലിറ്റിൽ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും ഡിഫിക്കൽറ്റി ഇല്ലാതെ എന്നാണ് അർത്ഥം. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല എന്നും, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് എന്നുമാണ് അർത്ഥം. After it was all over, however, Dr. Benson took a cigarette and sat down to smoke. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സിഗരറ്റും എടുത്ത് അത് സ്മോക്ക് ചെയ്യാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇതോടുകൂടി സെക്ഷൻ 3 തീരുകയാണ്. ഇനി സെക്ഷൻ 4 ആണ്. അപ്പോൾ സെക്ഷൻ 4-ൽ Was the doctor right in turning Evans out of the cold? അപ്പോൾ റീഡേഴ്സിനോട് ചോദിക്കുകയാണ്, ഈ ഡോക്ടർ ഈ ഇവാൻസിനെ പുറത്താക്കിയ ഒരു കാര്യം അത് ശരിയായിരുന്നോ? ഡു യു തിങ്ക് ഹി വിൽ എവർ നോ വെദർ ഹി വാസ് റൈറ്റ് ഓർ റോങ്? അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും മനസ്സിലാവുമോ? വാസ് ദ കേസ് ഓഫ് സസ്പിഷൻ ജസ്റ്റിഫൈഡ്? ഈ ഒരു അതായത് ഈ അദ്ദേഹത്തിൻ്റെ സംശയം ശരി തന്നെ ആയിരുന്നോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. A fellow I picked up in my car on my way up here. അദ്ദേഹം മിസ്റ്റർ ഓട്ടിനോട് പറയുകയാണ്, ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ എൻ്റെ കാറിലേക്ക് പിക്ക് ചെയ്തു. He tried to rob me. ആ മനുഷ്യൻ എൻ്റെ ഒരു സാധനം, എൻ്റെ വാച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ചു. He said to Ott, feeling a little proud. ഒരു അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. He took my watch, but when I pushed my 0.45 pistol into his side, he decided to give it to me back. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞാൻ എൻ്റെ പിസ്റ്റൽ ചൂണ്ടിയപ്പോൾ അയാൾ ആ വാച്ച് തിരിച്ചു തന്നു. Ott smiled wide at such an exciting story coming up from young Dr. Benson. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ ഈ ഒരു എക്സൈറ്റിംഗ് സ്റ്റോറി കേട്ടിട്ട് മിസ്റ്റർ ഓട്ട് ചിരിച്ചു. Well, I'm glad he gave it back to you, Ott said, because if he hadn't, we wouldn't have any idea what time the child was born. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഓട്ട് പറഞ്ഞു, ആ വാച്ച് തിരിച്ചു കിട്ടിയത് നന്നായി, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ച സമയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൻ ഡോക്ടർ? അപ്പോൾ ഏത് സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചത്? ആ മിസ്റ്റർ ഓട്ട് ചോദിക്കുകയാണ്. ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. അപ്പോൾ ബെൻസൺ വാച്ച് പുറത്തെടുത്തു. The baby was delivered about 30 minutes ago and right now it is. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു 30 മിനിറ്റ് മുമ്പാണ് കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാച്ചിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ he walked over to the lamp on the table. അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി. അദ്ദേഹം ആ ലാമ്പിനടുത്തേക്ക് നടന്നുപോയി. He stared strangely at the watch in his hand. ആ വാച്ചിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. The crystal was cracked. അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. The top was broken. ആ ടോപ്പ് പൊട്ടിയതായിരുന്നു. He turned the watch over and held it closer to the lamp. അത് ലാമ്പിൻ്റെ അടുത്തേക്ക് വെച്ച് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. He studied the worn inscription there. അവിടെ ഒരു പഴകിയ ഒരു എഴുത്ത് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം വായിക്കുകയാണ്. To Private T. Evans Ambulance Section,
whose personal bravery preserved our lives the night of November 3, 1943, near the Italian front, nurses Nesbit, Jones and Wingate. അതിൽ എഴുതിയിരിക്കുകയാണ് ടു പ്രൈവറ്റ് ടി ഇവാൻസ്. പ്രൈവറ്റ് എന്ന് പറയുന്നത് ആർമിയിലെ ഒരു തസ്തികയാണ്. ആംബുലൻസ് സെക്ഷൻ്റെ ഡ്രൈവറിനോട് കുറച്ച് നേഴ്സുമാർ അവരുടെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്ത വാച്ചായിരുന്നു അത്. അതായത് ഈ മനുഷ്യൻ ഒരു 1943 എന്ന് പറയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർ ഇറ്റലിയും ജർമ്മനിയും ഡിഫീറ്റ് ചെയ്ത ആ യുദ്ധത്തിൽ ഈ നഴ്സുമാരുടെ ജീവൻ രക്ഷിച്ചതിന് പ്രതിഫലമായിട്ട് അവർ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ് ഇത്. ഈ ഡോക്ടറിന് മനസ്സിലായി. അപ്പോൾ ഇത് വായിച്ചതോടുകൂടി അദ്ദേഹം അപ്സെറ്റായിട്ട് നിൽക്കുന്നതോടുകൂടിയാണ് ഈ കഥ തീരുന്നത്. താങ്ക് യു.